ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ് കേട്ടോ. അപ്പോൾ ഇന്ന് വെറൈറ്റി ഒരു ദിവസമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ മറ്റൊന്ന്, നമുക്ക് എവിടെ നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും, നല്ല കാഴ്ചകൾ എവിടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യാത്രയിൽ എപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇടുക്കിയിലേക്കുള്ള യാത്രയിൽ ഓർമ്മ വെച്ചോ നല്ലൊരു കിടില സ്ഥലമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് വെൺമണിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു തട്ടുകട നല്ല ഹോട്ടലായിട്ട് മാറി. വെൺമണിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ചേലച്ചോറ് റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷിൻ്റെ തട്ടുകട ഹോട്ടലായിട്ട് മാറി ഇന്ന് അതേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേലച്ചോട് വണ്ണപ്പുറം റൂട്ടിലുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. വരിക്കമുത്തൻ ഹിൽ ടോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ വരിക്കമുത്തൻ ഹിൽ ടോപ്പിൻ്റെ അവിടുന്ന് കൃത്യം 100 മീറ്റർ വെൺമണിക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ തൊട്ട് താഴ്വരയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന അനീഷിൻ്റെ തട്ടുകടയുള്ളത് കേട്ടോ. അപ്പോൾ ആ തട്ടുകടയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി മനോഹരമായിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കിടില സ്ഥലം എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ജൂലൈ 30-ാം തീയതി ആയിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തിയത് കേട്ടോ. അപ്പം നമ്മുടെ സെൻറ് ജോർജ് ചർച്ച് വെൺമണിയിലെ അച്ഛനും തൊട്ടടുത്തുള്ള ആശ്രമത്തിലെ അച്ഛനും കൂടി വന്നായിരുന്നു ആ ഒരു കർമ്മവും ചടങ്ങും എല്ലാം നടത്തിയത്. അതിനുവേണ്ടി അച്ഛന്മാരിവിടെ എത്തിയിട്ടുണ്ട്. അനീഷിൻ്റെ ബന്ധുക്കാരും സുഹൃത്തുക്കളും കൂട്ടുകാരും അതുപോലെ വേണ്ടപ്പെട്ട ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ ചടങ്ങുകൾ അങ്ങനെ ആരംഭിക്കാറായി. ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ പൂവണിയുന്ന ഒരു ദിവസമാണ് ജൂലൈ 30-ാം തീയതി കേട്ടോ. ഐശ്വര്യപൂർണ്ണമായ ജീവിതത്തിനും നല്ല രൂപജീവനത്തിനും ഹോട്ടൽ തുറക്കടയാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതെ കൂട്ടുകാരെ, ഇന്നാണ് ആ സുന്ദരമായിരിക്കുന്ന സുദിനം. അനീഷിന്റെ തട്ടുകട നാടിനു വേണ്ടി സമർപ്പിക്കുന്ന സുന്ദരമായിരിക്കുന്ന നിമിഷം. ഇന്ന് ജൂലൈ 3-ാം തീയതി രാവിലെ ഏകദേശം 8:30 AM അനീഷിന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും ഉദ്ഘാടനം കൂടാൻ വേണ്ടി എത്തിയിരിക്കുന്ന മറ്റ് അതിഥികളെല്ലാം കൂടി ഒരു പറ്റം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ കാത്തു നിൽക്കുകയാണ് ഇടുക്കിയുടെ പ്രിയപ്പെട്ട MP ഡീൻ കുര്യാക്കോസിന് വേണ്ടി. അദ്ദേഹമാണ് ഈ ഷോപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സ്വാഗതം ചെയ്യുകയാണ്. ഈ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള രുചി വൈഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു നല്ല ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നവീകരിച്ച് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്.
പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും നല്ല നിലയിൽ ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അങ്ങനെ ഈ കടയുടെ ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷം. അനീഷിന്റെ തട്ടുകട അങ്ങനെ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട MP ഇവിടെ ഫുഡ് സർവീസ് ചെയ്യുന്ന ഏരിയയും അതുപോലെ കിച്ചണും മറ്റ് സൗകര്യങ്ങളെല്ലാം നോക്കി കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇവിടെ ഫുഡ് കഴിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാണെങ്കിലും ഉദ്ഘാടന ദിവസം തന്നെ നല്ല അടിപൊളി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങ് തുടങ്ങാം അല്ലേ. കടയുടെ ഓണറാണ്. പേര് അനീഷ് അല്ലേ? അനീഷ്. എത്ര വർഷമായി നിങ്ങൾ ഹോട്ടൽ? 8 വർഷമായി നമ്മൾ വെൺമണിയിൽ നടത്തുന്നു. 8 വർഷമായി. അപ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിരിക്കും? ഹാപ്പിയാണ്. സംഗതി എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് പുതിയതായിട്ട് ഒരെണ്ണം പോണത് രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്നു. നൈറ്റ് 12 വരെ ഉണ്ട്. രാത്രി 12 മണി വരെ ഉണ്ട്. എല്ലാ ഐറ്റം നാടൻ ഫുഡുകളാണ് നമുക്ക് കൂടുതലുള്ളത്. ഇപ്പോൾ രാവിലെ മുതൽ അപ്പം, പൊറോട്ട, ദോശ, കപ്പ, ഉച്ചയ്ക്ക് ഊണ്, ബിരിയാണി, വൈകുന്നേരം ആണെങ്കിലും മസാല ദോശ, അപ്പം, പുട്ട്, കപ്പ ബിരിയാണി, അങ്ങനെ എല്ലാ ഐറ്റംസും രാത്രി 12 മണി വരെ ഉണ്ടാവും. പാർക്കിംഗ് സൗകര്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പാകത്തിന് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ 60 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ഒരു ബസ് വന്നാൽ സുഖമായിട്ട് കയറ്റി നിർത്തി പാർക്ക് ചെയ്ത സംഗതി, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. വണ്ണപ്പുറം കഞ്ഞിക്കുഴി റോഡിലാണ് ഇതിരിക്കുന്നത്. വെൺമണി സെൻറ്റ് ജോർജ് പള്ളിയിൽ നിന്നും 1 കിലോമീറ്റർ മുൻപോട്ട് പോയാൽ കഞ്ഞിക്കുഴിക്ക് ഇടയ്ക്കുള്ള സ്ഥലമാണിത്. അപ്പം ഈ വഴി വരുന്ന ടൂറിസ്റ്റുകളെയും മറ്റ് യാത്രക്കാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഹോട്ടലിന്റെ ഉൾവശം കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. വിശാലമായ ഒരു പാർക്കിങ്ങോട് കൂടി ഏകദേശം 3000-ലധികം സ്ക്വയർ ഫീറ്റിൽ 60ഓളം സീറ്റുകൾ ക്രമീകരിച്ചുകൊണ്ടാണ് അനീഷിന്റെ തട്ടുകട ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും ടോയ്ലറ്റ് ഫെസിലിറ്റിയോട് കൂടി പ്രകൃതിയോട് ഒത്തിണങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് മനോഹരമായ ഒരു ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് പോകാൻ പറ്റും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബേക്കറിയുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അവിടെ ഒരുപാട് ബേക്കറി പലഹാരങ്ങളുടെ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഒരു ജ്യൂസ് പാർലർ ഉണ്ട് കേട്ടോ. ജ്യൂസ് പാർലർ മാത്രമല്ല, ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കണമെങ്കിൽ നല്ല ചായയുടെ കൗണ്ടറൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ചായ മാത്രമല്ല, നമുക്ക് തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു വലിയൊരു കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രകൃതിയോടൊക്കെ ഒത്തിണങ്ങി കണ്ട് നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ച് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്ലേസ് ആണ് ഈ തട്ടുകട. അങ്ങനെ കിച്ചണിലെ ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്റ്റോർ റൂം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സർവീസ് ഏരിയ കേട്ടോ. അവിടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമുക്ക് ഫ്രഷപ്പ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ പറ്റും. 8 വർഷമായിട്ട് വെൺമണി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടലാണെങ്കിലും ഈ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. മിഷണറീസ് എല്ലാം ഉൾപ്പെടെ ഇവിടെ പൊറോട്ടയൊക്കെ അടിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ കുഴയ്ക്കുന്ന മാവ് യന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ട് ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫ് കറിയാണ്. കാരണം റിയൽ നമ്മളിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റ് നമുക്ക് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പം നല്ല പൊറോട്ട ബീഫും മാത്രമല്ല, ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇട്ടുണ്ടാക്കിയിരിക്കുന്ന നല്ല കിഡിലം ബിരിയാണി നമുക്ക് ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഊണ്, വൈകുന്നേരമായ നല്ല മസാല ദോശയും അതുപോലെ കപ്പ ബിരിയാണിയും നല്ല മീൻകറിയും ഒക്കെ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുണ്ട് കേട്ടോ. ഏതൊരു ഹോട്ടലിനെ സംബന്ധിച്ചും കിച്ചനാണ് ഏറ്റവും വലുത് അല്ലേ? നമ്മൾ ഈ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം ഹൈജീനിക് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. എല്ലാം ഫ്രഷ് പാത്രങ്ങൾ, അതുമാത്രമല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫുഡെല്ലാം ഇവർ ഉണ്ടാക്കുന്നത് കേട്ടോ. മാത്രമല്ല
അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള ഒരു നമുക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥാപനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന അനീഷിൻ്റെ തട്ടുകട. ആദ്യമേ ഞാൻ പറഞ്ഞ ആ കാര്യത്തിലേക്ക് ഒന്നും കൂടെ തിരിച്ചു പോകാണ് കേട്ടോ. നമ്മുടെ യാത്രയിൽ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം അല്ലേ? ആ ഒരു ചോദ്യത്തിന് ഉത്തരവായില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണപ്പുറം ചേലച്ചോട് റൂട്ടിൽ നമ്മുടെ വെൺമണി കഴിയുമ്പോൾ 1 കിലോമീറ്റർ മാറിയാണ് ശരിക്കും നമ്മുടെ അനീഷിൻ്റെ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട റൈഡേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ചോയ്സ്, ഈ ഒരു കട നിങ്ങൾ ചോയ്സ് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നഷ്ടമാകില്ല, തീർച്ചയായിട്ടും പറയാം. അപ്പം അങ്ങനെ ഉദ്ഘാടന ദിവസമൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടന സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം വിഷ് ചെയ്യുകയും അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.